ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. പ്രിയങ്കയെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ആരും കാണാതെ രാധിക അവിടെ ഇരുന്ന് കരയുവാണ്. സുകുമാരിയമ്മ അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുന്നു, നീ എന്തിനാണ് ഇവിടെ ഇരുന്ന് കരയുന്നത്? അതെനിക്ക് തലവേദന എടുത്തുകൊണ്ട് ഞാനിവിടെ നിന്ന് കരഞ്ഞതാ. നിന്റെ തലവേദന എന്താണെന്നൊക്കെ എനിക്ക് അറിയാവടി. ഞാനേ അവനെ വഴക്ക് പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൻ്റെ തലവേദനയാ നിനക്ക്. എനിക്കൊന്നും മനസ്സിലാകത്തില്ലെന്ന് നീ കരുതിയോ? ഇതിനു മുൻപാണെങ്കിൽ ദേവനെല്ലാം അറിയുമോ എന്നുള്ള പേടിയായിരുന്നു നിനക്ക്. ഇപ്പം നിനക്കതൊന്നും ഇല്ലല്ലോ. കാര്യങ്ങളൊക്കെ പറയേണ്ട സമയം നോക്കി തന്നെ നീ പറഞ്ഞ് നീ ജയിക്കുകയും ചെയ്തു. നിന്നെയും അവനെയും കൂടെ ഒരുമിപ്പിക്കാനിരിക്കുമല്ലേ ഇപ്പം ദേവൻ. രാധിക പറയുക, മുത്തശ്ശി എനിക്ക് തീരെ വയ്യ, വല്ലാത്ത തലവേദന. ദേവി ഏത് മുത്തശ്ശി, ഇപ്പം എന്നോടൊന്നും സംസാരിക്കല്ലേ. അതേടി, നിന്നോട് സംസാരിക്കാനുള്ള സമയവും കാലവും നോക്കിയേ നീ പോയി ഏതെങ്കിലും ജോത്സ്യനെ കണ്ട് കുറിപ്പിച്ചോണ്ട് വാ. അതനുസരിച്ച് ഞാൻ നിന്നോട് സംസാരിക്കാം. നീ എന്തൊക്കെ വിചാരിച്ചാലും നിന്റെ കണക്കുകൂട്ടലുകളൊന്നും നടക്കില്ലടി. എൻ്റെ മോളുണ്ടല്ലോ ആ പ്രിയങ്ക, അവൾ എത്തുന്ന ഉയരങ്ങളിലേക്ക് നിനക്കൊരിക്കലും എത്താൻ കഴിയില്ലടി. ഇനിയാണെങ്കിൽ അവളെ ഒഴിവാക്കി അവളെ ഇല്ലാത്ത തക്കം നോക്കി നിന്റെ കാമുകന് വന്നിച്ച് ജീവിക്കാനാ നിന്റെ പരിപാടിയെങ്കിൽ നീ ഇങ്ങോട്ട് നോക്കിക്ക. ഈ സുകുമാരിയുടെ കൊക്കിന് ജീവൻ ഇല്ലാണ്ടാകണം. ഇതൊന്നും എനിക്ക് പറ്റിയില്ലെങ്കിൽ നീ ഉറങ്ങിക്കിടക്കുമല്ലോ, അപ്പോൾ നിന്റെ കഴുത്ത് ഞെരിച്ച് ഞാനങ്ങ് കൊല്ലുവടി. എന്നാലും നിന്റെ അവനോടൊപ്പം ജീവിക്കാന്നുള്ള മോഹം നടക്കത്തില്ലടി എന്നും പറഞ്ഞ് കുറച്ച് വഴക്കൊക്കെ പറഞ്ഞിട്ട് സുകുമാരിയമ്മ അങ്ങ് അകത്തോട്ട് പോകുവാണ്. രാധികയാണെങ്കിൽ സുകുമാരിയമ്മയുടെ ടോർച്ചറും പ്രിയങ്ക തന്നെ വിട്ടുപോയ സങ്കടവും എല്ലാം ആരോടൊന്നോ പറയാൻ ഹൃദയം പൊട്ടി രാധിക അവിടുന്ന് കരയുവാണ്. ഇതൊന്നും മറ്റാർക്കും മനസ്സിലാകത്തില്ലല്ലോ. ഈ സമയത്ത് വരുൺ കനിമംഗലത്ത് എത്തിയിരിക്കുവാണ്. വീട്ടിലുള്ളവർ എന്തു പറയും? അവനും ആകെ കൺഫ്യൂഷനിലാണ്. ഈ സത്യങ്ങളൊക്കെ അറിയാവുന്ന അവർക്ക് 4 പേർക്ക് മാത്രമാണല്ലോ. സൂര്യ അകത്തുനിന്നും പുറത്തോട്ട് വരുന്നുണ്ട്. വരുണിൻ്റെ ആ സങ്കടം കാരണം രാധിക എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. രാധികയെ ഞാൻ ആറ്റുവാശ്ശേരിയിൽ കൊണ്ടാക്കി. രാധികയുടെ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേട്ടാ. എനിക്ക് എത്ര ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. രാധിക ഇത് എത്ര നേരം മറച്ചു വെക്കും? അവൾക്കതിന് കഴിയുമോന്നും അറിയില്ല. സൂര്യ പറയുന്നു, അതൊക്കെ ക്ഷമിച്ചേ പറ്റൂ. രാധികയ്ക്ക് അതൊക്കെ കഴിയും. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ചേട്ടാ എന്നിങ്ങനെ വരുൺ ചോദിക്കുമ്പോൾ സൂര്യ പറയുവാണ്, ഇവിടെയും ആകെ പ്രശ്നമാണ്. പോലീസിനെ അറിയിക്കണമെന്നാണ് അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ തീരുമാനിച്ച പോലെ എല്ലാം പറയണം ചേട്ടാ, അല്ലേ? അതേ പറയണം, പറഞ്ഞേ പറ്റൂ എന്ന് സൂര്യയും പറയുന്നുണ്ട്. വരുൺ അങ്ങനെ അവൻ്റെ സങ്കടമെല്ലാം ഉള്ളിലൊതുക്കി കണ്ണൊക്കെ തുടച്ചുകൊണ്ട് വീടിനകത്തോട്ട് വരുവാണ്. എന്നിട്ട് സൂര്യയും വരുണും ചേർന്ന് എല്ലാവരെയും കളിപ്പിക്കാനായിട്ടൊരു നാടകം കളിക്കാൻ തുടങ്ങുവാണ്. വീട്ടിലെ മറ്റുള്ളവർ കേൾക്കുന്ന രീതിക്ക് സൂര്യ വരുണിനെ വഴക്ക് പറയുന്നുണ്ട്. നീ എന്തിനാ വരുണെ പറയാൻ മടിക്കുന്നത്? നിന്നെ എല്ലാവരും ഇവിടെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുമല്ലയോ? അതുകൊണ്ട് ഇതൊക്കെ സത്യമാണെന്ന് വീട്ടിലെല്ലാവരോടും പറയുന്നതിനകത്ത് എന്താ കുഴപ്പം? അത് കേട്ടിട്ട് വരുൺ പറഞ്ഞു, ചേട്ടാ ഞാൻ എന്ത് പറഞ്ഞാലും ഇവിടെ ആരും വിശ്വസിക്കത്തില്ല. അവരുടെ ആ സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ട് ഉർവശിയും കൽപ്പനയും വരുന്നുണ്ട്. സൂര്യ വരുണിനോട് വീണ്ടും പറയുന്നുണ്ട്, എടാ കാര്യം സത്യമല്ലേ, പിന്നെ എല്ലാവരും വിശ്വസിക്കാതിരിക്കുന്നതിന് എന്താ കാര്യം? കൽപ്പന ചോദിക്കുന്നു, എന്താ സൂര്യ, എന്ത് കാര്യമാണ് നിങ്ങൾ പറയുന്നത്? എന്ത് കാര്യം പറയാനാ? പ്രിയങ്കയുടെ കാര്യം തന്നെ. നമ്മളെല്ലാവരും ഇത്രയും നാളും വളരെ സങ്കടത്തിലായിരുന്നല്ലോ. പക്ഷെ ആ സങ്കടത്തിൻ്റെ കാര്യം എന്തുവാ? പ്രിയങ്ക തന്നെ. അത് കേട്ടിട്ട് ഉർവശി ചോദിക്കുന്നു, നീ എന്തു കാര്യമാണ് പറയുന്നത്? ഇവരുടെയൊക്കെ ഈ സംസാരം കേട്ടിട്ട് മുത്തശ്ശി അങ്ങോട്ട് വരുന്നിട്ട് ചോദിക്കുന്നു, എന്താ മക്കളെ, എന്താ ഇവിടെ കാര്യം? കൽപ്പനയോട് സൂര്യ പറയുന്നുണ്ട് അച്ഛനെയും അമ്മയും പോയി വിളിച്ചോണ്ട് വരാൻ. അപ്പോഴങ്ങോട്ട് അച്ഛനും അമ്മയും വരുന്നുണ്ട്. സൂര്യ അപ്പോൾ ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്. അച്ഛൻ പ്രിയങ്കയുടെ കാര്യത്തിൽ പോലീസിൽ പരാതിപ്പെട്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഇല്ല, പരാതിപ്പെട്ടിട്ടില്ല. എന്നാൽ ഇനി അച്ഛൻ പരാതിപ്പെടണ്ട. പ്രിയങ്ക എങ്ങോട്ടാ പോയതെന്ന് ഞങ്ങൾക്കറിയാം. വരുണ സമയത്ത് പറയുന്നു, പ്രിയങ്കയുടെ സുഹൃത്ത് ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ നമ്മളാരും അറിയാതെ പ്രിയങ്ക സിനിമയിൽ അഭിനയിക്കാൻ പോയിരിക്കുവാണ്. അത് കേട്ടിട്ട് മുത്തശ്ശി ചോദിക്കുന്നു, ഇപ്പോഴെങ്ങനുണ്ട് പരമേശ്വര? അപ്പോൾ പരമേശ്വരൻ ചോദിക്കുന്നു, ഏതാ പ്രൊഡക്ഷൻ കൺട്രോളർ? അയാളെ വിളിച്ച് നീ ചോദിച്ചതാണോ അതോ ഇനി ഏതെങ്കിലും വഴിയിലൂടെ നീ അറിഞ്ഞതാണോ? പ്രിയങ്ക എൻ്റെ ഭാര്യയാണെന്നാണല്ലോ പുറത്തെല്ലാവരും അറിഞ്ഞിരിക്കുന്നത്. വിശേഷങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. നമ്മളെല്ലാവരും സമ്മതിച്ചിട്ടാണ് അവൾ സിനിമയിൽ അഭിനയിക്കാൻ പോയിരിക്കുന്നതെന്നാണ് അവരോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടിട്ട് ഉർവശി പറയാ, അത് കൊള്ളാമല്ലോ, എന്നാലൊരു വണ്ടി എടുക്കും, നമുക്കെല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോവാം. അവൾ എവിടെ ഉള്ളതെന്ന് നീ ഒന്ന് പറഞ്ഞേ. വരുണപ്പം പറയാ, അതെ, തമിഴ്നാട്ടിൽ ഏതോ ഉൾഗ്രാമത്തിലാ. ഇവിടുന്ന് പറയാതെ പോയവളെ അന്വേഷിച്ച് ഇവിടുന്ന് ആരും പോകണ്ട എന്നൊക്കെ ഇങ്ങനെ വരുൺ പറയുമ്പോൾ ഉർവശി പറയുന്നു, എനിക്ക് നീ പറയുന്നതിനോട് അത്ര വിശ്വാസം വരുന്നില്ല. നിനക്കോ കൽപ്പനെ? അവൾക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ അവളിങ്ങനെ ആരോടും പറയാതെ പോകുമെന്നൊന്നും എനിക്കറിയില്ല എന്നിങ്ങനെ കൽപ്പനയും പറയുന്നു.
സ്വന്തം കതിർമണ്ഡപത്തിൽ കയറുന്ന സമയത്ത് ആരോടും പറയാതെ സിനിമയ്ക്ക് പോയ പെണ്ണാണവൾ. അവളെക്കുറിച്ചാണ് നിങ്ങളൊക്കെ ഈ ന്യായീകരിച്ച് പറയുന്നത്. എന്താച്ചാ ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ, എന്നാലേ ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പത്മിനി പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയങ്കയുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. പ്രിയങ്കയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, അവിടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണല്ലോ പറയുന്നത് എന്നൊക്കെ പത്മിനി അവരോട് എല്ലാവരോടും പറയുന്നുണ്ട്. പാതിരാത്രിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ മടിയില്ലാത്തവൾക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനാണോ അറിയാത്തത്? ഇത്രയും നേരം ഞാൻ അവളെ ന്യായീകരിച്ചാണ് സംസാരിച്ചത്. നിങ്ങളൊക്കെ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ, അതായത് നമ്മളാരും അറിയാതെ അവൾ സിനിമയിൽ അഭിനയിക്കാൻ പോയതാണെങ്കിൽ ഇനി ഇങ്ങോട്ട് അവളെ തിരിച്ചു കയറ്റുന്നത് ഒന്ന് ആലോചിച്ചിട്ട് മതി എന്ന് പത്മിനി എല്ലാവരോടും പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ഉർവശി പറയുന്നു, എന്താ ഏട്ടത്തി ഇങ്ങനെ പറയുന്നത്? പിള്ളേരല്ലേ, അങ്ങനെയൊക്കെയാ, അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളൊക്കെ കാണത്തില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നിന്റെ മകൻ ചെയ്താൽ നീ ക്ഷമിക്കുമോ? ഇതൊരു പെൺകുട്ടിയാണ്. അങ്ങനെയൊക്കെ പോയിട്ട് വരുമ്പോൾ തിരിച്ചു കയറ്റുന്ന കാര്യം ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി ഈ വിവരങ്ങളെല്ലാം ദേവനാരായണൻ തിരുമേനിയെ യശോദയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചിട്ട് അവളെ ഈ വീട്ടിൽ കയറ്റുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ അന്തസ്സായി നല്ല ഒരു തീരുമാനം നിങ്ങൾ എല്ലാവരോടും എടുത്തോ. ഇപ്പോഴെങ്കിലും ഒരു തിരിച്ചറിവ് നിങ്ങൾക്കൊക്കെ ഉണ്ടായല്ലോ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. സൂര്യ ആ സമയത്ത് ഒന്നും അറിയാത്തവനെ പോലെ വരുണിനോട് പറയുന്നത്, എടാ നീ ആ പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് വിളിച്ച് നോക്കിക്കേ, അവൾ അവിടെങ്ങാണോ ഉണ്ടോ ഇനിയെന്ന്. ശരി ചേട്ടാ, ഞാൻ വിളിച്ച് ചോദിക്കാമെന്ന് വരുണൻ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയാം, ചോദിക്കേണ്ടവരുടെയൊക്കെ ചോദ്യവും ഉത്തരവൊക്കെ കഴിഞ്ഞല്ലോ, എന്നാ വരുണെ നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് മുത്തശ്ശി വരുണിനെ വിളിക്കുന്നുണ്ട്. കൽപ്പന പറയാം, അച്ഛാ വരുൺ പറയുന്ന മാത്രം വിശ്വസിച്ചാലേ നമുക്ക് അബദ്ധം പറ്റുമോ എന്നെനിക്കൊരു സംശയമില്ലാതില്ല. ഇക്കാര്യത്തിൽ കൽപ്പനയ്ക്ക് എന്താ ഇത്ര വെപ്രാളം? വരുൺ കുറ്റക്കാരനാവുമെന്നായിരുന്നല്ലോ ഇത്രയും നേരം നിങ്ങളുടെയൊക്കെ പ്രതീക്ഷ. അയ്യോ, വരുണിനെ കുറ്റവാളിയാക്കിയിട്ട് എനിക്കെന്ത് പ്രയോജനം? കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകരുതെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാ എന്നും പറഞ്ഞ് കൽപ്പന മുറിക്കകത്തോട്ട് കയറി പോവുകയാണ്. അയ്യോ, പോയവരൊക്കെ പോട്ടച്ച, ബാക്കിയുള്ളവർക്കൂടെ ജീവിക്കണ്ടേ എന്നും പറഞ്ഞ് സൂര്യ അകത്തോട്ട് കയറി പോവുകയാണ്. സൂര്യ പോകുന്ന കണ്ടുകൊണ്ട് ഉർവശിയും കയറി പോകുന്നുണ്ട് അവിടെ റൂമിലോട്ട്. കഴിഞ്ഞ ദിവസം വരെയും കനിമംഗലത്തൊന്ന് ഇറക്കി വിടരുതെന്നും പറഞ്ഞ് കാല് പിടിച്ച് കരഞ്ഞ പെണ്ണാണ് അവൾ. എന്നിട്ട് നമ്മളാരും അറിയാതെ പാതിരാത്രിക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു സിനിമയിൽ അഭിനയിക്കാൻ. അപ്പോൾ ഇതുവരെ അവൾ കാണിച്ചതൊക്കെ കള്ളത്തരമായിരുന്നോ? നിനക്ക് തെറ്റ് പറ്റിയോ എന്നൊക്കെ പത്മിനിയോട് പരമേശ്വരൻ ചോദിക്കുന്നുണ്ട്. അയ്യോ, എനിക്കൊന്നും അറിയില്ല, എന്തിനാ എല്ലാവരും ഇങ്ങനെ ചതിയൊക്കെ ചെയ്യുന്നത്? മുത്തശ്ശിയും വരുണും കൂടെ സംസാരിക്കുവാണ്. എന്തായാലും ദേവനാരായണൻ തിരുമേനിയെ അറിയിക്കുന്നില്ലെന്ന് തീരുമാനിച്ചത് നന്നായി. രാധികയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. അവളെ ഒന്ന് പിടിച്ചു നിർത്താൻ ഞങ്ങൾ വല്ലാതെ പാടുപെട്ടു. അവൾക്കിത് എത്ര നേരം പിടിച്ചു നിൽക്കാനാവുമെന്നൊന്നും അറിയില്ല മുത്തശ്ശി എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവളുടെ അച്ഛൻ്റെ കാര്യമായതുകൊണ്ട് അവളതൊക്കെ മനസ്സിലടക്കി വെക്കും മോനെ. സുഖമില്ലാതിരിക്കുമല്ലേ ദേവൻ. രാധികമോൾക്ക് അവളുടെ അച്ഛനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. പ്രിയങ്കയുടെ കാര്യങ്ങളൊക്കെ വരുൺ അങ്ങനെ മുത്തശ്ശിയോട് പറയുവാണ്. മുത്തശ്ശിയോട് വരുൺ ഒരു കാര്യവും മറച്ചു വെക്കാറില്ല. മുത്തശ്ശിയോട് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞ വരുണിന് പകുതി സമാധാനം കിട്ടി. അങ്ങനെ മനസ്സിലെ എല്ലാ കാര്യങ്ങളും വരുൺ മുത്തശ്ശിയോട് പറയാറുണ്ടായിരുന്നു. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോനെ ഇത് എത്ര നാളിങ്ങനെ മൂടി വെക്കും? എത്രയ്ക്കായാലും കുറേ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ എല്ലാവരും അറിയില്ലേ? അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഓർത്തിട്ട് കാര്യമില്ല മുത്തശ്ശി. അപ്പോഴേക്കും പ്രിയങ്കയുടെ അച്ഛനൊന്ന് റിക്കവർ ആവുമല്ലോ, അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ തുറന്ന് പറയാവുന്നതേ ഉള്ളൂ. എന്നാലും എൻ്റെ മോനെ ഇത്രയും ദൂരത്ത് ഇവിടെ ഉറങ്ങിക്കിടന്ന അവള് എന്ന് മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറയുന്നു, അതെന്താണ് എങ്ങനെ സംഭവിച്ചെന്നൊന്നും ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല മുത്തശ്ശി. അവൾ കുറച്ച് കുഴപ്പം പിടിച്ച ആളായിരുന്നു, പക്ഷേ ഇങ്ങനൊരു മരണം ആർക്ക് വന്നാലും അത് വേദനയല്ലേ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. വരുൺ പറയുന്നു, ഇപ്പോൾ എനിക്കും മുത്തശ്ശിക്കും സൂര്യയ്ക്കും രാധികയ്ക്കും ചെറിയച്ഛനും അല്ലാതെ വേറെ ആർക്കും ഇതറിയില്ല. ഇതൊക്കെ അവരാരോട് പറയാന്? ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നല്ലോ അവളുടെ ഇങ്ങോട്ടുള്ള വരവ്. ഇവിടെ വന്ന് കുറേ നാശങ്ങളൊക്കെ അവൾ ഉണ്ടാക്കി അവസാനത്തെ ഒരു പോക്കും അവളങ്ങ് പോയി എന്ന് മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറയുന്നു, ഞാനും ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല മുത്തശ്ശി. അവൾ എന്നെ വിട്ടിട്ട് വേറൊരു ജീവിതം തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ചാൽ മതിയെന്ന് പറയുകയോ അങ്ങനെ വല്ലതും ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഒരു വല്ലാത്ത വാശി പോലെ ആയിപ്പോയി. എന്ത് ചെയ്യാനാ? നമ്മൾ തീരുമാനിക്കുന്നതിനൊക്കെ അപ്പുറം ദൈവത്തിൻ്റെ ഒരു തീരുമാനം ഉണ്ടല്ലോ. എൻ്റെ മോൻ അങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് മുത്തശ്ശി പറയുവാണ്. മുത്തശ്ശി രാവിലെ തന്നെ രാധികയെ ഒന്ന് വിളിക്കണേ, അവൾ വല്ലാതെ കരഞ്ഞ് തളർന്നിരിക്കുവാണ്. മുത്തശ്ശി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ ഒന്ന് ആശ്വസിപ്പിക്കണം. അതിനെന്താ മോനെ, ഞാൻ രാധിക മോളെ വിളിച്ച് സംസാരിച്ചോളാം. ഉർവശിയും ഗൗതമവും ചന്ദ്രശേഖറും എല്ലായിരുന്നു സംസാരിക്കുവാണ്. ഉർവശി പറയുന്നുണ്ട്, ചന്ദ്രേട്ടാ, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ. എന്നാലും എൻ്റെ ഉള്ളു കിടന്ന് വിറയ്ക്കുവാണ്. ഇന്നലെ ഇവിടെ കഴിഞ്ഞിരുന്ന ആളാണ് കത്തിക്കരിഞ്ഞ് ശവശരീരമായി മാറിയത്. അത് കേട്ടിട്ട് ഗൗതം പറയാം, എൻ്റെ അമ്മേ, അവൾ പ്രേതമായിട്ട് വന്നെന്താ നമ്മളെ പേടിപ്പിക്കുമോ? അമ്മയൊന്നും മിണ്ടാതിരുന്നേ അമ്മേ.
അമ്മയ്ക്കും മോനുമുള്ള ടെൻഷനൊന്നും ചന്ദ്രശേഖരനില്ല. അയാൾ പറയുന്നു പ്രേതവും ഭൂതവും ഒന്നുമില്ല, ഇതൊക്കെ നിങ്ങളാ ചെയ്തേന്നുള്ള എന്തെങ്കിലും വിവരം അവർക്ക് കിട്ടിയെങ്കിലോ എന്നുള്ളത് ഓർക്കുമ്പോഴാണ് എനിക്ക് ടെൻഷനെന്ന് ഉർവശി പറയുന്നുണ്ട്. നമ്മൾ എന്തിനാ പേടിക്കുന്നത്? വരുൺ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് പറഞ്ഞതാണ് പ്രിയങ്കയെ അവൻ പച്ചയ്ക്ക് കത്തിക്കുമെന്ന്. രാത്രിയിൽ പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ തെളിവുണ്ട്. പിന്നെ ഇവിടെങ്ങും അല്ലല്ലോ പ്രിയങ്കയുടെ മരണം നടന്നതും ദഹിപ്പിച്ചതും ഒക്കെ. എൻ്റെ ചന്ദ്രേട്ട, അതിൽ നിങ്ങൾക്കും പങ്കില്ലേ എന്ന് ഉർവശി ചോദിക്കുമ്പോൾ, എന്നാലേ ആ പങ്ക് ഞാനങ്ങ് നിഷേധിച്ചാലോ? ഞാൻ നിഷേധിക്കും. പ്രിയങ്കയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നത് ഞാൻ എൻ്റെ മൊബൈൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രിയങ്കയുടെ മിസ്സിംഗ് കേസിനെ കുറിച്ച് അന്വേഷിച്ച് വന്നാൽ ഇതിലെ കുറ്റക്കാർ അവർ 3 പേരും മാത്രമായിരിക്കും. രാധികയും വരുണും സൂര്യയും. നമ്മൾ വലയിട്ടത് വരുണും സൂര്യയ്ക്കും വേണ്ടിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, രാധികയും അറിയാതെ വന്ന് അതിൽ കുടുങ്ങിപ്പോയി. രാധികയ്ക്കും വരുണിനും വേണ്ടി സൂര്യ വന്ന് അറിയാതെ അതിൽ കുടുങ്ങുകയും ചെയ്തു. അവരുടെ 3 പേരുടെയും മനസ്സിൽ ഞാൻ അവരോടൊപ്പം ഉണ്ടെന്നാണ്. തൽക്കാലം അത് അങ്ങനെ തന്നെ അങ്ങ് ഇരുന്നോട്ടെ. പക്ഷേ പ്രിയങ്കയുടെ മരണം അന്വേഷിപ്പിക്കണം, അത് കുത്തിപ്പൊക്കി വരണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നീക്കിക്കോളാം. സൂര്യയും വരുണും അങ്ങനെ ഒരു കേസിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ചേട്ടനും ചേട്ടത്തിയും പിന്നെ നിവർന്നു നിൽക്കില്ല, അവർ തളർന്ന് വീണു പോകും എന്നൊക്കെ ഉർവശി പറയുമ്പോൾ ശേഖരൻ പറയുന്നു, അവർക്കതിന് നേരെ നിൽക്കണമെന്ന് ആഗ്രഹമില്ലല്ലോ. എന്തായാലും കാത്തുകാത്തിരുന്ന് കൃത്യമായ ഒരു കാരണം കിട്ടി, അതും നല്ല വ്യക്തമായ തെളിവോടുകൂടി തന്നെ. ഇനി എന്നും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഈ കണിമംഗലം നമ്മുടെ പേരിൽ തന്നെ ആകും. അതിലിനി നിങ്ങൾക്ക് 2 പേർക്ക് സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരില്ലെന്നും പറയുന്നുണ്ട്. ഗൗതം പറയുന്നു, എനിക്കിപ്പോഴും എൻ്റെ അച്ഛനെ ഓർത്തല്ല അഭിമാനമാണ്. ഇത്രയും ബുദ്ധിപൂർവമായ കാര്യങ്ങൾ നീക്കാൻ എൻ്റെ അച്ഛനെ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കണിമംഗലം പരമേശ്വരൻ്റെ മക്കൾ ഒരു ഓർമ്മയായി മാറാൻ പോവുകയാണ്. പിന്നെ കണിമംഗലം ചന്ദ്രശേഖരൻ്റെ പേരിലാകാൻ പോവുകയാണ് എന്നൊക്കെ അവർ സന്തോഷത്തോടെ ഇങ്ങനെ മതിമറന്ന് പറയുന്നുണ്ട്. ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ ദേവനാരായണൻ തിരുമേനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. പുള്ളിക്കാരൻ എന്തോ ഭയങ്കര സങ്കടം, എന്തോ ഒരു വിഷമം ഇങ്ങനെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. എന്തിനാ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്? ഡോക്ടർ പറഞ്ഞതല്ലേ പ്രത്യേകം ടെൻഷനൊന്നും പാടില്ലെന്ന്. എങ്ങനെയെങ്കിലും ഈ ആഹാരം കുറച്ചൊന്ന് കഴിക്ക് എന്നൊക്കെ പറഞ്ഞ് യശോദ വളരെ പാടുപെടുന്നുണ്ട് ദേവനാരായണൻ നമ്പൂതിരെ കുറച്ച് ഭക്ഷണം കഴിപ്പിക്കാനൊക്കെ. ആ സമയത്ത് രാധിക അങ്ങോട്ട് അടുത്തു വന്ന് നിൽക്കുവാണ്. ദേവനാരായണൻ പറയുന്നുണ്ട്, എന്നെ ആരോ വിളിക്കുന്ന പോലെ, ഞാൻ അങ്ങോട്ടൊക്കെ പോകുന്ന പോലെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ രാധികയ്ക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ മനസ്സിനെ ആവശ്യമില്ലാതെ ഓരോന്ന് ഓർത്ത് വിഷമിപ്പിക്കുന്നത്? മോളെന്താ അവിടെ മാറി നിൽക്കുന്നത്? മോള് വന്ന് കഞ്ഞി അച്ഛന് കൊടുത്തേ, മോള് കൊടുക്കുമ്പോൾ അച്ഛൻ കഞ്ഞി കുടിക്കുമല്ലോ എന്ന് പറയുമ്പോൾ രാധിക പറയുന്നു, അച്ഛൻ ഇപ്പം വേണ്ടാഞ്ഞിട്ടല്ലേ അമ്മ, ഇച്ചിരി കഴിഞ്ഞ് അച്ഛൻ കുടിച്ചോളും. ഇനിയോടെ വേദനയോടെ നിൽക്കാൻ രാധികയ്ക്ക് പറ്റില്ല. രാധിക അങ്ങ് മുറിക്കകത്തോട്ട് പോവാണ്. ആ സമയത്ത് സുകുമാരിയമ്മ ദേവനാരായണന് പറയുന്നു, നിനക്ക് കഞ്ഞി വേണ്ടെങ്കിൽ വേണ്ട, എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാം. രാധിക റൂമിൽ വന്ന് പ്രിയങ്കയുടെ ആ ചിതാഭസ്മം ബാഗിൽ നിന്നെടുത്ത് അതിങ്ങനെ സങ്കടത്തോടെ മാറോടെ ചേർത്ത് പിടിച്ചോണ്ട് നിൽക്കുവാണ്. ആ സമയത്ത് യശോദ അങ്ങോട്ട് വരുന്നുണ്ട്. രാധിക ചിതാഭസ്മം ഇങ്ങനെ മാറോടെ ചേർത്ത് പിടിച്ചോണ്ട് നിൽക്കുന്നതാണ് യശോദ കാണുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, യശോദ അത് കണ്ടിട്ട് രാധികയോട് എന്താണെന്ന് ചോദിക്കും. രാധികയ്ക്ക് അത് പ്രിയങ്കയുടെ ചിതാഭസ്മമാണെന്ന് യശോദയോട് പറയാൻ പറ്റുമോ എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.